ആക്ച്വലി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എല്ലായിടത്തും എല്ലാ തിയേറ്ററിലും കഴിഞ്ഞ ഉടനെ പടം ഹിറ്റാണ്. അപ്പൊ ഞാൻ ചോദിച്ചു ചേട്ടാ ഏത് ക്യാരക്ടറാണ് ചേട്ടാ? അത് ഹാഷിറിന്റെ ഉമ്മയാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്താന്ന് ഹാഷിറിന്റെ ഉമ്മ മൂളലൊക്കെ ഇടാൻ പറയുമ്പോ ചിലപ്പോ വേറെ രീതിയില മൂളലൊക്കെ ചിലപ്പോ നമ്മള് എന്നൊക്കെ മൂളാനായിരിക്കും പറയണം. അപ്പൊ നമ്മള് ചിലപ്പോ എന്നൊക്കെ വരും. കഴിഞ്ഞില്ലേ, അതാ ഞാൻ പറഞ്ഞ നമ്മൾ ചിലപ്പോ വിചാരിക്കുന്ന പോലെ ആയിരിക്കൂല. ആശാ പൊളിയാണ്. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന പോലെ തന്നെ അവര് 4 പേരും സിനിമ കഴിഞ്ഞ് ഇറങ്ങിയതിനു ശേഷം ഓഡിയൻസ് ആൾക്കാർ അവരെ പൊതിയായിരുന്നു. അവർക്ക് അവിടുന്ന് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫേസ് കാണിക്കുന്ന, അതായത് ക്യാരക്ടർ രജിസ്റ്റർ ചെയ്ത് കാണിക്കുന്ന ഫസ്റ്റ് ആള് ഞാനാ. ഞാൻ സിനിമ തുടങ്ങി ഇതിങ്ങനെ ഞാനിങ്ങനെ എനിക്ക് കരയണോ ചിരിക്കണോ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പോലും എന്റെ കണ്ണ് നിറയുന്നത്. എല്ലാവരും സീനിയർ ആർട്ടിസ്റ്റാണ് മുന്നിലിരിക്കുന്നത്. മല്ലിക അമ്മ, അനു, അസിസിക്ക 3 പേരും എന്നെക്കാളും സീനിയർ ആർട്ടിസ്റ്റാണ്. നമ്മൾ അവിടെ ഇരുന്ന് തെറ്റിച്ചാൽ ഇവർക്കുണ്ടാവുന്നൊരു ഇത് മീൻസ് അവർക്ക് നമ്മളെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതെന്ത് ഇത് എന്നൊരു സാധനം വരുമല്ലോ. ഒരിക്കലും നമ്മളെ അങ്ങനെ ചിന്തിക്കുന്നത് നമുക്ക് അത്ര ഓക്കെ അല്ല. വാഴ 2 നമ്മൾ പ്രേക്ഷകരെ സ്വീകരിച്ച് കൈയോടെ സ്വീകരിച്ച് തിയേറ്ററിൽ വൻ വിജയമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു സ്പെഷ്യൽ ഗസ്റ്റിനെ തന്നെ കിട്ടിയിട്ടുണ്ട്. ലെറ്റ് മീ വെരി ഹാപ്പിലി ഇൻട്രൊഡ്യൂസ് ടു യു ഗൈസ്. അശ്വതി ചേച്ചി എല്ലാവർക്കും അറിയുന്ന ഒരു അടിപൊളി ആർട്ടിസ്റ്റാണ്. പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. ചേച്ചി വെൽക്കം. എന്തുണ്ട്, സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം നമ്മൾക്ക് നിറഞ്ഞിരിക്കുന്നത് വാഴ 2 ആണ്. പറയൂ, എങ്ങനെ വാഴ 2 വന്നു? അതിൽ അഭിനയിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വിശേഷങ്ങളും മൊമെന്റ്സും ഒക്കെ ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യൂ. തീർച്ചയായിട്ടും. ഫസ്റ്റ് വാഴ 2 ഇങ്ങനെ വന്നു എന്നുള്ളത്, ഞാൻ വാഴ 2 മുന്നേ ചെയ്ത സിനിമ വ്യസന സമേതം ബന്ധുമിത്രാദികൾ. ആ ചിത്രത്തിന്റെ ഡയറക്ടർ എസ് വിപിൻ ആയിരുന്നു, വിപിൻ ചേട്ടൻ. അതിന്റെ പ്രൊഡക്ഷൻ വിപിൻ ദാസ് സാറും വേറെ 1-2 പേരും കൂടി ചേർന്നിട്ടാണ് പ്രൊഡക്ഷൻ ആയിരുന്നത്. അപ്പം ഞാൻ ആ സിനിമയിൽ നിന്നാണ് ശരിക്കും ഇതിലേക്ക് വന്നത്. ഇനി ആ സിനിമയിൽ ഞാൻ വരാൻ കാരണം നമ്മുടെ വാഴ 2 തന്നെയുള്ള നമ്മുടെ പ്രിൻസിപ്പലിൻ്റെ വേഷം ചെയ്യുന്ന ഒരു മദർ ഉണ്ട്, റീന എന്ന് പറഞ്ഞ ചേച്ചിയാണ് ശരിക്കും പറഞ്ഞാൽ വ്യസന സമയത്തിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ അതിൻ്റെ ഭാഗമായതുകൊണ്ടാണ് വാഴ 2ൻ്റെ ഭാഗമാവാൻ സാധിച്ചത്. പിന്നെ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും പ്രേക്ഷകർ ഏറ്റെടുത്ത് കഴിഞ്ഞു. സിനിമ വൻ വിജയമാണ്. അത് സാധാരണ സിനിമകൾ അല്ല, ചില സിനിമകളൊക്കെ നമ്മൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു റിവ്യൂ ആയിരിക്കും. ഫസ്റ്റ് ഒരു 2-3 ദിവസമൊക്കെ ഒരു മിക്സ്ഡ് റിവ്യൂ ആയിരിക്കും. പിന്നെ കുറേയൊക്കെ ഓറലി പ്രൊമോഷൻ വന്നാണ് ചില സിനിമകൾ ചിലപ്പോൾ ചില സിനിമകൾ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഭയങ്കരമായിട്ട് ഹിറ്റ് ആവുന്നത്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എല്ലായിടത്തും എല്ലാ തിയേറ്ററിലും കഴിഞ്ഞ ഉടനെ പടം ഹിറ്റാണ്. വാഴ 1 എല്ലാരും കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അതെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. പിന്നെ അത് മാത്രമല്ല, വേറെ കുറച്ച് പേര് ഇങ്ങനെ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ ഇരുന്നവരും ഉണ്ട്. കാരണം ഇപ്പം സാധാരണ ഒരു സിനിമ വന്ന് വിജയമായി കഴിഞ്ഞാൽ അതിന്റെ സെക്കൻഡ് പാർട്ട് ഫ്ലോപ്പ് ആവാനാണ് സാധ്യത എന്നൊക്കെ ഞാൻ വിചാരിച്ചു വാഴ 2 ഇറങ്ങുമ്പോൾ അവസാനം എക്സ്പെക്ടേഷൻ കീപ്പ് ചെയ്യാൻ പറ്റുമോ. അല്ല, ഒത്തിരി ഫിലിംസ് അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പം കുറേ പേര് പറയുന്നത് വാഴ ഫസ്റ്റിനെക്കാളും സൂപ്പർ ഹിറ്റാണ് വാഴ സെക്കൻഡ് എന്നാണ്. ശരിക്കും ഭയങ്കര സന്തോഷമായിട്ടോ കാര്യം. അത്രയും വലിയൊരു ഹിറ്റ് പടത്തിന്റെ ഭാഗമാകാൻ, അതും നിസ്സാരപ്പെട്ടൊരു കഥാപാത്രം അല്ല എനിക്ക് കിട്ടിയത്. അതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു എത്ര വർഷത്തെ കാത്തിരിപ്പാണ്. എൻ്റെ ഈ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു 18ാമത്തെ വയസ്സിലൊക്കെയാണ് ഞാൻ എൻ്റെ ഈ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എനിക്കിപ്പോൾ 35 ആണ്. അപ്പം ഇത്രയും വർഷത്തെ ഒരു കാത്തിരിപ്പാണ്. 17 വർഷവും ഇത്രയും വർഷത്തെ ഒരു കാത്തിരിപ്പാണ് ഇത്രയും നല്ലൊരു ക്യാരക്ടർ കിട്ടി. ഇതിൻ്റെ അകത്ത് ഒരുപാട്, ഇതിൻ്റെ ഉള്ളിൽ ഞാൻ സിനിമകൾ ചെയ്തു, ഇല്ലയെന്നല്ല. അതിൽ വ്യസന സമേതം ബന്ധുമിത്രാദികളിൽ ചെയ്ത കഥാപാത്രം കിടിലം കഥാപാത്രമായിരുന്നു. കണ്ണ് നിറഞ്ഞു. അതെ, ഒരുപാട് പേര് ഭയങ്കര അശ്വതി ആസ് ആൻ ആക്ടർ
അത്രയും ടാലന്റഡ് ആണ്, എല്ലാവർക്കും അറിയാം, നമ്മൾ കോമഡി പ്രോഗ്രാംസ് ഒക്കെ കണ്ടു. അതെ. പക്ഷെ ഇങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന അല്ല, പൊതുവെ എല്ലാരും എന്നെ അങ്ങനെ കോമഡി ചെയ്തല്ലേ കണ്ടിട്ടുള്ളൂ. അപ്പൊ കോമഡി ചെയ്യുന്ന ആൾക്കാർക്ക് സീരിയസ് വേഷങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റില്ലെന്നാ പറ്റും. വിചാരിക്കുന്നത്. പക്ഷെ കോമഡി ആക്ച്വലി ഏറ്റവും പാടുള്ള ഒരു ജോണർ തന്നെയല്ലേ? ആ ജോണർ പാടുള്ളത് കൊണ്ട് അത് കൈകാര്യം ചെയ്യുന്നവർക്ക് എല്ലാം ഏത് ജോണർ വേണമെങ്കിലും ചിരിപ്പിക്കുന്ന ഭയങ്കര പാടാണ്. ഏത് ജോണർ വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ചിരിപ്പിക്കാന്ന് പറയുമ്പോഴേ ഈ ഞാൻ പറയട്ടെ, എനിക്കിങ്ങനെ എന്താ പറയാ, ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ തമാശ പറഞ്ഞിട്ടോ അങ്ങനെയൊന്നും എനിക്ക് ചിരിപ്പിക്കാൻ അറിയൂല. ചിലപ്പോ എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് ചിരി വന്നാലായി. പക്ഷെ ചിലർ അങ്ങനെയല്ല കേട്ടോ, സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ പറയും, ചിരിപ്പിക്കും, എന്തെങ്കിലുമൊക്കെ കഥകളൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് ചിരിപ്പിക്കും, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഇപ്പൊ ഒരാളൊരു ക്യാരക്ടർ തന്നു, ഇന്നതാണ് കഥാപാത്രം, അല്ലെങ്കിൽ ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്റെ മാക്സിമം ഞാൻ ചെയ്ത് ചിരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തും. ചിരിക്കണോ വേണ്ട എന്നുള്ളതൊക്കെ ഓഡിയൻസ് കാണുന്നവരുടെ. പിന്നെ നമ്മളുടെ അഭിനയം ഓവറാണെന്ന് പറയുന്നവരുണ്ട്. ഞാൻ ചില കമന്റ്സ് കണ്ടു. അതാ പറഞ്ഞു, നമ്മുടെ അമ്മയെ തല്ലിയാലെ രണ്ടു പക്ഷം എന്ന് പറയുന്ന പോലെ ഇതിൽ അത്രേ ഉള്ളൂ. അല്ല, നമ്മളത് എടുക്കുന്നില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ, നമ്മുടെ അഭിനയം ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതൽ. അപ്പൊ ഈ ബാക്കി വരുന്ന നെഗറ്റീവ് കമന്റ്സിന്റെ പുറകെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ വിഷമം ഉണ്ടാക്കാന്നുള്ളതല്ലാണ്ട്, വിഷമം ഉണ്ടാവാറൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. എന്നാലും അത് കാര്യമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തൊഴിൽ, നമ്മുടെ പാഷനും അതിലുപരി നമ്മുടെ തൊഴിൽ പോലെയും കൂടിയാണ്. അപ്പൊ നമ്മൾ അതിലൊക്കെ പിന്നെ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് നമുക്ക് നാളെ മുതൽ അതുകൊണ്ട് കാര്യമല്ല, അവർക്ക് ചുമ്മാ എന്തെങ്കിലും ഫ്രസ്ട്രേഷൻ തീർക്കാൻ അതും സ്വന്തം മുഖം പോലും കാണിക്കാത്ത കുറെ പേരല്ലേ പറയുന്നേ. അപ്പൊ അതുകൊണ്ട് അതിൽ കാര്യമില്ല. അപ്പൊ വാഴ 2 ക്യാരക്ടർ വന്നു എന്നറിഞ്ഞപ്പോൾ, അത്യാവശ്യം ഒരു കാമ്പുള്ള ക്യാരക്ടർ ആണ് എന്ന് അറിഞ്ഞപ്പോൾ, വാഴ 1 ഒബ്വിയസ്ലി നല്ല റെസ്പോൺസ് ആണെന്ന് അറിഞ്ഞപ്പോൾ, ആ ക്യാരക്ടർ ചേച്ചിയോട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് റെസ്പോൺസ് എന്തായിരുന്നു? അത് ഈ വ്യസന സമേതത്തിന്റെ ഷൂട്ട് സമയത്ത് നമ്മളവിടെ ഇരിക്കുമ്പോൾ ബിപിൻ ദാസ് സാറും നമ്മുടെ ഈ വാഴ 2-ന്റെ ഡയറക്ടർ സവിൻ സായും ഉണ്ട്. ഇവർ രണ്ടുപേരും ഇതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനിലൊക്കെ ഇരിക്കുന്നത് ഞങ്ങൾ കാണാറുണ്ട്, ഞങ്ങളിവിടെ മാറിയിരിക്കുന്ന സമയത്ത്. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ വെറുതെ ഒക്കെ പറയും, അവര് നമ്മളെ നോക്കുന്നില്ല, പക്ഷെ നമ്മൾ പറയും സർ ഇങ്ങനെ 2-3 പേര് ഇവിടെ ഉണ്ട്, നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചുമ്മാ തമാശക്ക് നമ്മൾ പറയാറുണ്ട്. അപ്പോഴൊന്നും ഒരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല കേട്ടോ. കാരണം വാഴ 2 പോലുള്ള ഒരു വലിയ പ്രോജക്റ്റിനകത്ത് ഒരു ഇതുമില്ലാണ്ട് നമ്മളെ വിളിക്കും അല്ലെങ്കിൽ വിളിക്കണം എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കില്ല. നമ്മൾ പക്ഷേ ആഗ്രഹം കൊണ്ട് ഇങ്ങനെ വെറുതെ പറയുമായിരുന്നു. അല്ല, സാറ് കേൾക്കാണ്ടായി പറയുന്നത്, അവരറിയാണ്ട് ഞങ്ങള് മാത്രം ഇങ്ങനെ വെറുതെ ഇരുന്ന് പറയുന്നതാണ്. ഞങ്ങളൊരു 3-4 പേര്, ഇറീന ചേച്ചി, ഞാൻ, സീമ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എന്റെ അനിയത്തിയായിട്ട് അഭിനയിച്ച കുട്ടി. അപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ, അവര് നോക്കുന്നില്ല, അവരവരുടെ പണിയെടുക്കുവാണ്. പെർഫോമൻസ് കണ്ടിട്ട് ഓട്ടോമാറ്റിക്കലി കാസ്റ്റ് ചെയ്തു. അതെ. അപ്പൊ ഞങ്ങളിങ്ങനെ വെറുതെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയും, നമ്മള് ഇവിടെ ഉണ്ട് സർ എന്നൊക്കെ നമ്മൾ പറയുമായിരുന്നു. പക്ഷേ ഈ ഇതിന്റെ ഷൂട്ടായി എന്നൊക്കെ നമ്മൾ അറിയുന്നുണ്ട്, വാഴ 2-ന്റെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് എന്നൊക്കെ പലയിടത്തും നമുക്ക് കേൾക്കുമല്ലോ. അന്നേരം ഒരു ദിവസം എനിക്കൊരു കോൾ വരികയാണ്, നമ്മുടെ അനീഷേട്ടൻ, അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പം അനീഷേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അശ്വതി വാഴ 2-ന്റെ ഷൂട്ട് ഇങ്ങനെ തുടങ്ങാൻ പോവാണ്, അതിനകത്ത് നല്ലൊരു ക്യാരക്ടർ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാനപ്പോൾ എനിക്കപ്പോൾ എന്ത് ക്യാരക്ടറാണെന്ന് അറിയാനാണ് ഒരു, നമുക്കൊരു വെപ്രാളം ഉണ്ടാവുമല്ലോ, ഏത് ക്യാരക്ടറാണ് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് അറിയാം. ഉണ്ട് എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേ സന്തോഷമാണ്. അതിപ്പോ ഒരു ചെറിയൊരു ക്യാരക്ടർ ആണെങ്കിൽ പോലും നമുക്ക് സന്തോഷമാണ്, കാരണം അത്രയും വലിയൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു ചിന്ത വരും, അതെ അതെ, എന്തെങ്കിലും ചെയ്യണം. കാരണം വ്യസന സമേതം പോലൊരു സിനിമയ്ക്കകത്ത് അത്രയും നല്ലൊരു ക്യാരക്ടർ പെർഫോം ചെയ്യാൻ എനിക്ക് സാധിച്ചു, അതിനൊരു ഭാഗ്യം കിട്ടി. അപ്പൊ അടുത്ത് ഈ ചിത്രം വരുമ്പോഴത്തേക്കിനും നമുക്ക് അങ്ങനെ ആസ് എൻ ആർട്ടിസ്റ്റ് ഒരു ഇതുണ്ടാവും. അങ്ങനെ എനിക്കൊരു ഇതുണ്ടായപ്പോ ഞാൻ ചോദിച്ചു, ചേട്ടാ ഏത് ക്യാരക്ടറാണ് ചേട്ടാ? അത് ഹാഷിറിന്റെ ഉമ്മയാണെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് എന്താന്ന് ഹാഷിറിന്റെ ഉമ്മ? അപ്പൊ എനിക്ക് അറിയാം ഹാഷിറാണ് നായകൻ, മെയിൻ കാസ്റ്റ് ഹാഷിറാണ്. അപ്പൊ ഹാഷിറിന്റെ ഉമ്മയാണെന്ന് പറഞ്ഞപ്പോ സീരിയസ്ലി അവർ എന്താ ശ്രുതി? അവര് ഇല്ലേട്ടാ ഒന്നുമില്ല, ചുമ്മാ ഞാൻ ചോദിച്ചതാ. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പൊ ഈ മന്തില് ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ആയിരിക്കും ഷൂട്ട് വരുന്നത്. പേടിണ്ടായിരുന്നു ലാസ്റ്റ് മൊമെന്റിൽ ഇത് കയ്യിൽ നിന്ന് പോകുന്നു, കുറെ ആക്ടേഴ്സ് ഒക്കെ പറയില്ലേ നല്ല റോൾസ് വന്നിട്ട് അവസാനം കയ്യിൽ നിന്ന് പോകുന്നൊക്കെ, അങ്ങനെ പേടിച്ചിരുന്നോ? അങ്ങനെ പേടി
ഇവരായതുകൊണ്ട് അങ്ങനെ ഒരു പേടി ഇല്ലായിരുന്നു. കാരണം വർക്ക് ഈ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അറിവില് മറ്റുള്ളവര് പറഞ്ഞു കേട്ടതിൽ വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, വിപിൻദാസ് സാർ ആവണം എന്നെ കാസ്റ്റ് ചെയ്തിട്ടുള്ളത് ഹാഷിറിന്റെ ഉമ്മയായിട്ട്. അപ്പൊ കാര്യം സാറാണ് സ്ക്രിപ്റ്റ് റൈറ്റർ. അപ്പൊ സ്ക്രിപ്റ്റ് സാറായതുകൊണ്ട് തന്നെ സാറ് തന്നെയാണ് എന്നെ സജസ്റ്റ് ചെയ്തത്. പിന്നെ സാറിന്റെ ഒരു പ്രത്യേകത, സാറിന് തോന്നിയാൽ മാത്രമേ സാറ് കാസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഞാൻ ഇല്ല, വേറൊരാള് പറഞ്ഞു അയാൾ എടുക്കാം എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മൾ പോയി സാറിനോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടോ ഒന്നും സാറ് കാസ്റ്റ് ചെയ്യില്ല. അത് സാറിന് അത്രയും 100% കോൺഫിഡൻറ്റും സാർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ സാർ ഒരാളെ ഒരു കാസ്റ്റിങ്ങിലേക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ സാറ് ഓക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചതെങ്കിൽ അതിൽ നിന്ന് പിന്നൊരു മാറ്റം വരില്ല എന്ന് എനിക്കൊരു ഉറപ്പുണ്ട്. അപ്പോൾ അതോ ആ സൈഡ് ഓക്കെ ആയി. അപ്പോൾ എന്നെ എന്തായാലും വിളിക്കും. അപ്പം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഷൂട്ട് ഉണ്ടാവും. അതുകൊണ്ട് ആ സമയത്തുള്ള തിക്കും തിരക്കൊക്കെ ഒഴിവാക്കി വെക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. എല്ലാം ഓക്കെ ആയിരുന്നു. ഏപ്രിൽ 8-ാം തീയതി ആയിരുന്നു, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഏപ്രിൽ 8-നായിരുന്നു പൂജ. അപ്പോൾ ഒരു വർഷം ആവാൻ പോണു. ഏപ്രിൽ 8-ന് ഒരു വർഷമായി അതിൻ്റെ പൂജയായിട്ട്. അപ്പോൾ അതിനെന്നെ വിളിച്ചു, പൂജയ്ക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പം ഒരു പടത്തിൻ്റെ പൂജയ്ക്ക് വിളിക്കുവാണ്. അതിൻ്റെ ഒരു കാരണം വ്യസന സമയത്തിൻ്റെ പൂജയുടെ സമയത്തൊന്നും ഞാനില്ല. അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഒരു പടത്തിൻ്റെ ഇത്രയും വലിയൊരു പടത്തിൻ്റെ പൂജയ്ക്ക് നമ്മളെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അപ്പം അതിന് നമുക്ക് തരുന്നൊരു ഇമ്പോർട്ടൻസ് അതൊരു വലിയ കാര്യമാണ് കേട്ടോ. അവരുടെ മൊത്തത്തിൽ ഞാൻ പറയാണ്, അവരുടെ ഒരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻസ്, അതിപ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അത് ഇങ്ങനെ എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചില സെറ്റിൽ നിന്നൊക്കെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ഇതില്ല, അത്ര ഒരു ഇതുണ്ടാവില്ല, കംഫർട്ടായിട്ട് ഉണ്ടാവില്ല എന്ന്. പക്ഷെ ഇതങ്ങനെയല്ല. നല്ല രീതിയിൽ നമ്മളെ പരിഗണിക്കുക എന്ന് പറയുമല്ലോ, അത് നമുക്ക് പരിഗണനയാണ് പല സ്ഥലത്തും നമുക്ക് കിട്ടാതെ പോകുന്നൊരു സാധനമാണ്. സത്യം പറഞ്ഞാൽ പൈസയ്ക്കോ അപ്പുറം ചില സമയങ്ങളിൽ നമുക്ക് തരുന്ന പരിഗണന, മാന്യത, ഇതൊക്കെ അതാണ് വർക്ക് ചെയ്യണം തോന്നുന്നത്. അല്ലെങ്കിൽ അവര് നമുക്ക് കാശ് കൂടുതൽ തന്നിട്ട് നമ്മളെ പരിഗണിക്കാതിരുന്നിട്ട് അതെ അതിൽ വേണ്ട പോയാൽ മതി എന്നുള്ളൊരു മൈൻഡ് വരും. പക്ഷെ ഇത് അങ്ങനെയല്ല. അപ്പം അവര് നമുക്ക് തരുന്നൊരു പരിഗണന അതൊരു വലിയ കാര്യമാണ്. അന്നേരം അപ്പം എന്നെ എങ്ങനെ വിളിച്ചു, ഞാൻ ഭയങ്കര ഹാപ്പിയായി. പൂജയ്ക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങി. പിന്നെ ഇടയ്ക്ക് മഴ കാരണം കുറച്ച് ഷൂട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഡേറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഷൂട്ട് അടിപൊളിയായിരുന്നു. കാരണം നമ്മളെ ഓൾറെഡി ഈ വ്യസന സമയത്തിന്റെ ക്യാമറമാൻ, ക്രൂ എല്ലാവരും ആണ് ഇതിലും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വ്യസന സമയത്തിൽ ഓൾമോസ്റ്റ് ഒരു 22 ദിവസം ഞാൻ ഷൂട്ടിന് പോയിട്ടുണ്ട്. ഒരു 22 ദിവസം പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു മാസത്തിനടുപ്പിച്ചായി. അപ്പൊ ഈ ഒരു മാസം നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു ബോണ്ട് ഉണ്ടാവും. ഈ അത്രയും ദിവസം രാവിലെ എഴുന്നേക്കുന്നു, 6 മണി 7 മണിയാകുമ്പോൾ സെറ്റിലെത്തുന്നു. തിരിച്ച് നമ്മൾ സെറ്റിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് 9 മണിക്കായിരിക്കാം, 9:30-ക്കായിരിക്കാം. ഈ ഇത്രയും ടൈം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരെയും മനസ്സിലാവുന്നുണ്ട്, എല്ലാവരുമായിട്ട് ഭയങ്കരമായിട്ട് അടുക്കുന്നുണ്ട്, തമാശ പറയുന്നുണ്ട്, ചിരിയും കളിയും ഒക്കെ ആയിട്ട്. അപ്പൊ ആ ഒരു ബോണ്ടുണ്ട്. അപ്പൊ എഗൈൻ ഈ വാഴ 2-ന്റെ സെറ്റിലേക്ക് വന്നപ്പോൾ ഇവര് തന്നെയാണ് ക്യാമറ ഫസ്റ്റ് സെക്കൻഡ് ക്യാമറ ചെയ്യുന്ന. അപ്പു ആണെങ്കിലും ലൈലു ആണെങ്കിലും ബാക്കി നമ്മുടെ ചീഫ് AD ഉണ്ട്, റെജി, സക്കീർ, അങ്ങനെ എന്ന് വേണ്ട എല്ലാവരും. അപ്പൊ നമുക്ക് ആ ഒരു ഭയങ്കര കംഫർട്ടാണ്. നമ്മൾ പുറത്തുനിന്നൊരു പടത്തിൽ പോയി ചെയ്യുന്ന ഒരു ഫീൽ അല്ല, നമ്മൾ ഭയങ്കര ഓക്കെയാണ്. ഹാഷിറുമായിട്ടുള്ള ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? ഹാഷിർ പൊളിയാണ്. നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കാണുന്ന പോലെ തന്നെ അവൻ. പിന്നെ അവനെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ അവന് ഭയങ്കര ഇങ്ങനെ നമ്മൾ സ്നേഹവും കെയറും സ്നേഹമൊന്നും ഭയങ്കരമായിട്ട് എക്സ്പ്രസ് ചെയ്ത്, അതായത് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ഉണ്ടല്ലോ. ചിലരാണെങ്കിൽ നമ്മളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത് വന്ന് അവര് മോശം എന്നല്ല ഞാൻ പറയുന്നത്, അത് അവരുടെ ക്യാരക്ടർ. പക്ഷെ ഹാഷിറിനെ സംബന്ധിച്ച് അങ്ങനെയല്ല. കാണുമ്പോൾ ചിരിക്കും. അവൻ കൂടുതൽ കുറച്ചുകൂടി ഈ പ്രായത്തിൽ ചെറുപ്പക്കാർക്ക് ഉള്ളതിനെക്കാട്ടിൽ കുറച്ച് കെയറിങ് ഭയങ്കര ഇതാണ്. അത് നമ്മളോട് ചോദിക്കും, ചേച്ചി ഭക്ഷണം കഴിച്ചായിരുന്നോ, ചായ കുടിച്ചായിരുന്നോ, ചേച്ചി യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, റെസ്റ്റ് ചെയ്തോളൂ എന്നൊക്കെ പറയും. പിന്നെ നമ്മുടെയൊക്കെ ഒരു അനിയന്മാരെ പോലെയാണ്. ഇപ്പം നമ്മൾ വെയിറ്റിംഗ് റൂമിൽ നമ്മൾ ഇരിക്കുവാണ്, നമ്മുടെ ഷോട്ട് പിന്നെ കഴിഞ്ഞിട്ട് നമുക്കുള്ള വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പോൾ അവൻ നമ്മുടെ കൂടെ വന്ന് അവിടെ ഇരിക്കും. ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്ന ആ കട്ടിലിൽ തന്നെ അവൻ കിടക്കും, നമ്മുടെ അടുത്ത് തന്നെ അവൻ വന്ന് കിടക്കും. അവൻ അങ്ങനെ ഒരു
എന്നുവെച്ചാൽ നമ്മുടെ കൂടെ ഉള്ള ഒരാളെ പോലെ തന്നെയായിരുന്നു അവൻ. ആൾക്കാർ എനിക്ക് തോന്നുന്നു ത്രൂ ഇൻസ്റ്റാഗ്രാം അത്ര അക്സെപ്റ്റൻസ് വന്നതും ഒരു അവന്റെ ആ കോമൺ ഒരു ആയിട്ടുള്ള ഒരു എല്ലാവർക്കും പെട്ടെന്ന് എടാ പോടാ ബന്ധം തോന്നുന്ന ഒരു ഇതാണ്. പിന്നെ അലനുമായിട്ടും ഞാൻ കോമ്പിനേഷൻ ഒരു സീനം കണ്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ മൊത്തത്തിൽ സെറ്റിൽ അവൻ ഉണ്ടായിരുന്നു. അപ്പം അലന്റെ ക്യാരക്ടർ വേറെ ഓപ്പോസിറ്റ്. അവൻ കണ്ടു കഴിഞ്ഞാൽ ചേച്ചി ഈ സുഖമല്ലെന്ന് കഴിച്ചാൽ വന്ന് കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് അലൻ. പിന്നെ വിനായകനും അർജുനുമായിട്ടും അങ്ങനെ വലിയ ഒരു, കാരണം നമ്മൾ തമ്മിൽ കോമ്പിനേഷൻസ് ഇല്ല. പിന്നെ 1-2 വട്ടം ഈ സെറ്റിൽ വെച്ച് കണ്ടിട്ടേ ഉള്ളൂ. വലിയൊരു പരിചയമായിട്ടില്ല ഞങ്ങൾ തമ്മിൽ. അതുകൊണ്ടുള്ളൊരു ഇതുണ്ട്. പക്ഷെ എന്നാലും അവരും ഓക്കെയാണ്, അടിപൊളിയാണ്, നമ്മളടുത്ത് സംസാരിക്കാൻ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നന്നായിട്ട് തന്നെയായിരുന്നു. പിന്നെ സിനിമ ഇപ്പൊ കഴിഞ്ഞപ്പോഴാണെങ്കിലും അവര് 4 പേരും സിനിമ കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ആൾക്കാർ അവരെ പൊതിയായിരുന്നു. അവർക്ക് അവിടുന്ന് പുറത്തൊക്കെ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങള് പിന്നെ അവരെ ശല്യം ചെയ്ത് നമ്മൾ അവരുടെ അടുത്തേക്ക് പോയിട്ട്, അത് അവരുടെ ഏരിയയാണ്, അവരുടെ സ്പേസ് ആണ്, അവിടേക്ക് പിന്നെ നമ്മൾ പോകേണ്ട കാര്യമില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ വന്ന സമയത്ത് ഓടി വന്ന് ചേച്ചി അടിപൊളിയായിരുന്നു അവരിങ്ങോട്ട് വന്നിട്ട്, നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലാന്ന് അവർ തന്നെ നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് അടിപൊളിയായിരുന്നു ചേച്ചി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വന്ന് നമ്മളെ ഇങ്ങോട്ട് അപ്രിഷിയേറ്റ് ചെയ്തു. അപ്പൊ ഞാനും അങ്ങോട്ട് നമ്മളല്ല, ഞാനൊക്കെ അങ്ങോട്ട് പറയണ്ടേ. കാരണം വിനായകനാണെങ്കിൽ ലാസ്റ്റ് ഒരു സീനിൽ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് സങ്കടം വന്ന് കരഞ്ഞുപോയി. അപ്പൊ ഞാൻ പറഞ്ഞടാ നീ എന്നെ കരയിപ്പിച്ചടാ വിനായക. അങ്ങനെ വാഴയുടെ എനിക്ക് 1ലും തോന്നിയ കാര്യം ഒരു സെന്റിമെന്റൽ അപ്രോച്ച്, നമ്മളിങ്ങനെ ചിരിച്ചു കളിച്ച് നിന്നിട്ട് അതിലൊരു ഇമോഷൻ കൊണ്ടിടും. അല്ല അത് ഭയങ്കര രസല്ലേ, നമുക്ക് നമ്മുടെ മൂഡ് ഭയങ്കരമായിട്ട് മാറും. നമ്മളെ ഫുള്ള് ത്രൂ ഔട്ട് കോമഡി കൂടെ ഇതൊക്കെ ടച്ച് ചെയ്യും സംഭവം. എനിക്ക് തോന്നുന്നു വാഴ ഫസ്റ്റിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് നമ്മൾ ടച്ച് ചെയ്തത് അസിസിക്കയുടെയും സിജു സണ്ണിയുടെ ആ ഒരു കോംബോ, ആ ഒരു സീക്വൻസ് ഒക്കെ ആയിരുന്നു. അതുപോലെയാണ് ഇതിനകത്ത് ബിജുക്കുട്ടൻ ചേട്ടന്റെയും വിനായകന്റെയും. അപ്പം അത് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള, ഭയങ്കര സന്തോഷം. അതാണ് ചുരുക്കം പറഞ്ഞത്. ശരി, പടം എല്ലാം അഭിനയിച്ചിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നോ? എങ്ങനെയായിരിക്കും റെസ്പോൺസ് എന്നുള്ളത്? അതുണ്ടാവാതിരിക്കോ? ഞങ്ങൾ എല്ലാവരും, ആർട്ടിസ്റ്റുകളെല്ലാവരും ആ സിനിമ തിയേറ്ററിലാണ് കാണുന്നത്. ശരി, പ്രിവ്യൂ പോയില്ല? ഇല്ല, അതിനു മുന്നേ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഇപ്പൊ ഹാഷിർ ആണെങ്കിലും ആരും കണ്ടിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് അതിന്റെ നല്ലൊരു ഇതുണ്ടായിരുന്നു. കാരണം ഇതെങ്ങനെയാവും, സീരിയസ് ആയിട്ട് ആ പടം തുടങ്ങുമ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന വാഴ വെട്ടിയിടുന്ന സീനാ, വാഴ വെട്ടുന്ന ഒരാള്. അത് കഴിഞ്ഞ നെക്സ്റ്റ് ഷോട്ട് ഞാനാണ് സിനിമയില്. അതായത് ഫേസ് കാണിക്കുന്ന, അതായത് ക്യാരക്ടർ രജിസ്റ്റർ ചെയ്ത് കാണിക്കുന്ന ഫസ്റ്റ് ആള് ഞാനാ. ഞാൻ സിനിമ തുടങ്ങി ഇതിങ്ങനെ ഞാനിങ്ങനെ എനിക്ക് കരയണോ ചിരിക്കണോ, ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പോലും എന്റെ കണ്ണ് നിറയുന്നത്. കാരണം ഞാൻ അപ്പോഴും അനുഭവിച്ച ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് ഇതിനു മുമ്പ് ചിലപ്പോൾ അനുഭവിച്ചവർക്ക് അത് മനസ്സിലാവും. കാരണം നമ്മളൊരു വലിയ പടത്തില് ആളുകൾ അത്രയും ആകാംക്ഷയോടെ ഈ സിനിമ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 17 വർഷത്തെ അതെ, തുടങ്ങുമ്പോ നമ്മളെയാണ് കാണിക്കുന്നത്, നമ്മളിൽ നിന്നാണ് അവർ കണ്ടു തുടങ്ങുന്നത് സിനിമ. ഒരു 10 മിനിറ്റോളം ഞാനും ഹാഷിറിന്റെ കുട്ടിക്കാലവും നാഷിദിന്റെ, അതായത് ശബരി എൻ്റെ ഇളയ മോനായിട്ട് അഭിനയിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ആ കഥയാണ് ശരിക്കും, ഞങ്ങളെയാണ് അവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് ഒരു സിനിമയിൽ തുടക്കം ഒരു 10 മിനിറ്റ്സ് എന്നെ കാണിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ സ്വപ്നം കണ്ടതിലും അപ്പുറമാണ്. ഇതൊന്നും അല്ല, ഇനി വരുന്ന പ്രോജക്റ്റിൽ ത്രൂ ഔട്ട് ആണ്. അത്രയും ചേച്ചി പറയുമ്പോ തന്നെ ഇത്രയും ആഗ്രഹം ഉള്ളിലുണ്ട്, അതുകൊണ്ടാ കണ്ണ് നിറഞ്ഞത്. അതെന്താ വെച്ചാൽ അത്രയും കാത്തിരിപ്പിനോട് നമ്മൾ ഒരു 17 വർഷത്തിന് ശേഷം ഒരു കുട്ടിയെ കിട്ടിയെന്ന് പറഞ്ഞാൽ ആലോചിച്ച് ആ കുട്ടി എങ്ങനെയായിരിക്കും നമുക്ക്. അപ്പോൾ അതുപോലെയാണ് ഞാൻ ഇത്രയും കാലത്തിന് ശേഷം ഒരു പടത്തിൽ ഇത്രയും ഇമ്പോർട്ടൻസ് നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ അതിനെനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് വിപിൻ ദാസ് സാറിനോടാണ്. കാരണം സാർ എന്നെ കാസ്റ്റ് ചെയ്യാതിരുന്നാൽ, അല്ലെങ്കിൽ ആ കഥാപാത്രത്തിന് സാറിൻ്റെ എഴുത്തിൽ അത്രയും ഇമ്പോർട്ടൻസ് ഇല്ലാതിരുന്നാൽ നമ്മളില്ലല്ലോ. അപ്പം പിന്നെ പിന്നെ സവിൻസ ഡയറക്ടർ, സവിനൊന്നും നമ്മുടെ അടുത്തൊരു ഡയറക്ടർ പോലെ അല്ലായിരുന്നു. ഞാനൊക്കെ സവിൻസാന്ന് തന്നെയാണ് വിളിക്കുന്നത്. സവിനെ എടാ പോടാ അങ്ങനത്തെ ഒരു ബന്ധം തന്നെയാണ്. കാരണം അവനാണെങ്കിൽ സെറ്റിലൊരു ഡയറക്ടർ പോലെ അങ്ങനെയൊന്നും അല്ല, നമുക്ക് വിട്ടു തന്നേക്കുവാണ്. പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും ഇത് വരുമ്പോൾ മാത്രമേ ചേച്ചി അടുത്ത് വന്നിട്ട് ചേച്ചി
അങ്ങനല്ലേ ചേച്ചി, ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കൂ, ആ. അങ്ങനല്ലേ ചേച്ചി. ചേച്ചി അപ്പൊ കാണാതെ പഠിച്ച് ചെന്ന് ചെയ്യുന്ന ഒരു ആക്ടറാണോ, അതോ അവിടെ ചെന്നിട്ട് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് ഫുൾ ആ ഒരു ഇമോഷനിലങ്ങ് ഒക്കെ ഔട്ട് ചെയ്യണോ? അത് ഡിപ്പെൻസ് ഓൺ ആ സിനിമയുടെ സ്ക്രിപ്റ്റ്, സിനിമ പോലെ പിന്നെ ആ ഡയറക്ടർ അതൊക്കെ പോലെ ഇരിക്കും. കാരണം ഈ വ്യസന സമയത്തിൽ എനിക്കുണ്ടായിരുന്ന ഒരു സീൻ എന്ന് പറഞ്ഞ ഒരു വലിയ സീക്വൻസ് ഡൈനിങ് ടേബിൾ സീക്വൻസ് ആണ്. പടം കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ആ ഫസ്റ്റത്തെ അനുവും മല്ലികാമ്മയും ഞാനും അസിസിക്കയും കൂടി ഇരുന്നിട്ടുള്ള ഒരു അതിൽ കൃത്യം ഡയലോഗ്സ് ഡയറക്ടർ എഴുതി വെച്ചിട്ടുണ്ട്. സോ നമ്മൾ അത് തന്നെ പറയണം, മാറ്റി പറയാൻ പറ്റില്ല. ഒരു ഇതാണ് കാരണം പുള്ളിയുടെ ഇതിലാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന് മാറി പറയാൻ പറ്റത്തില്ലത്. പ്രത്യേകിച്ചും അതിനകത്ത് സ്ലാങ് വ്യത്യാസമുണ്ട്. നമ്മുടെ ആ തോന്നക്കൽ ഭാഗത്തുള്ള സ്ലാങ് ആയതുകൊണ്ട് അതനുസരിച്ചാണ് സ്ക്രിപ്റ്റ് പോകുന്നത്. അപ്പൊ നമ്മൾ അത് തന്നെ പറയണം. അപ്പൊ അതിങ്ങനെ കുത്തിയിരുന്ന് കാണാതെയൊക്കെ പഠിച്ചിട്ട് ആ ഒരു സീന് 4 ദിവസം കൊണ്ടാണ് ഷൂട്ട് ചെയ്തത്. 4 ദിവസം നൈറ്റ്, അതായത് 7 to 9:30 ഈ ഒരു ടൈം കൊണ്ടാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പൊ കുത്തിയിരുന്ന് പഠിക്കൽ തന്നെ. കാര്യം എന്നെക്കാളും എല്ലാവരും സീനിയർ ആർട്ടിസ്റ്റാണ് മുന്നിലിരിക്കുന്നത്. മല്ലിക അമ്മ, അനു, അസിസിക്ക 3 പേരും എന്നെക്കാളും സീനിയർ ആർട്ടിസ്റ്റാണ് ഫിലിമിൽ. അപ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് തെറ്റിച്ചാൽ ഇവർക്കുണ്ടാവുന്നൊരു ഇത് മീൻസ് അവർക്ക് നമ്മളെ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതെന്തുവാ ഇത് എന്നൊരു സാധനം വരുമല്ലോ. ഒരിക്കലും നമ്മളെ അങ്ങനെ ചിന്തിക്കുന്നത് നമുക്ക് അത്ര ഓക്കെ അല്ല. അതുകൊണ്ട് ഞാൻ കുത്തിയിരുന്ന് പഠിക്കും. ഡയലോഗ്സ് തെറ്റിക്കാൻ പാടില്ല. ഞാനത് ഡയലോഗ് ഒന്നും തെറ്റിക്കാണ്ടാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഡയറക്ടർ അത്ര തെറ്റില്ല. വിപിൻ ചേട്ടൻ, അപ്പം ഡയറക്ടർ വിപിൻ ചേട്ടൻ പറയും, കാണാതെ പഠിച്ചിട്ട് വന്നിരിക്കുവാണല്ലേ. ഞാൻ പറയും, നാണം കെടാൻ വയ്യാതെ ചേട്ടാ. പക്ഷെ അത് യൂസ്ഫുൾ ആണ്. നമ്മുടെ പോർഷൻ അത്ര ഡിലേ വന്നില്ല, പെട്ടെന്ന് എടുത്തു പോകാൻ പറ്റി. പിന്നെ അത് ഭയങ്കര കയ്യടി കിട്ടിയ സീനും കൂടിയാണ്. കാരണം സിനിമ തുടങ്ങി അവിടെ നിന്നാണ് ഒന്ന് ഓണായി തുടങ്ങുന്നതെന്ന് എല്ലാവരും പറഞ്ഞു. ഒന്ന് ചിരി ഓണായി തുടങ്ങുന്നത് ആ ഒരു സീനിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി. പിന്നെ വാഴയിലേക്ക് വരുമ്പോൾ പിന്നെ ഈ വ്യസന സമയത്തിൽ അത്ര ഡയലോഗ്സ് ഒരുപാടില്ല. ഫുൾ ഇമോഷൻസ് വെച്ചുള്ള ആക്ഷൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വാഴ 2ലേക്ക് വരുമ്പോൾ ഡയലോഗ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അങ്ങനെ ഭയങ്കര ലെങ്തി ഡയലോഗ്സോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് സവിൻ ഡയറക്ടർ പറയും, ചേച്ചി ഇച്ചിരി തിരുവനന്തപുരം കയറി വന്നിട്ടുണ്ടേ എന്ന് പറയും. ആ ഡയലോഗ്സുകൾ നമ്മൾ, പക്ഷെ ഈ വാക്കുകൾ മാത്രമല്ലടാ, നമ്മൾ പറയുന്ന ടോൺ വ്യത്യാസം. വാക്കുകളുടെ മാത്രമല്ല, നമ്മൾ ട്രിവാൻഡ്രംകാർക്ക് സംസാരിക്കുമ്പോൾ ഒരു ടോൺ വരും. ആ ടോൺ ചിലപ്പോ ഇതിലേക്ക് സെറ്റ് ആവൂല. ഒരു ട്യൂൺ ഉണ്ടല്ലോ നമ്മൾ പറയുന്നതിന്റെ ഒരു ട്യൂൺ, അത് ചിലപ്പോ സെറ്റ് ആവൂല. അപ്പൊ അതുകൊണ്ട് സവിൻ പറയും, ചേച്ചി അതൊന്നുകൂടി മാറ്റി ഒന്ന് പറയൂ. അപ്പൊ ഓക്കെ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ പറയും. പക്ഷെ ഡബ് ചെയ്തത് ഞാൻ തന്നെയാണ്. ഡബ് ചെയ്തപ്പോഴൊക്കെ കൃത്യമായിട്ട് കുറച്ചുകൂടെ ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ. അല്ല പക്ഷെ അത് അപ്പോഴും കറക്റ്റ് ആയിട്ട് പറഞ്ഞത് കൊണ്ടാണ് നമുക്ക് ഡബിങ്ങിൽ വരുമ്പോ ഈസി ആയിട്ട് വരുന്നത്. കാരണം നമ്മൾ ഡബിങ് ആർട്ടിസ്റ്റ് അല്ല. ഒരു ഡബിങ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് ഒരു ആക്ടർ ഏത് ടോണിൽ എങ്ങനെ പറഞ്ഞു വെച്ചാലും ഡബിങ് ആർട്ടിസ്റ്റിന് അടിപൊളിയായിട്ട് ഡബ് ചെയ്ത് അവർ പിടിക്കും. അവർ കറക്റ്റ് ആയിട്ട് പിടിച്ച് അത് പറയും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഡബിങ് ആർട്ടിസ്റ്റ് അല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ പറ്റില്ല. ഡബിങ് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. പിന്നെ തീർച്ചയായിട്ടും പാടുള്ളത് നല്ല ടഫാ. കാരണം ആ ഇമോഷൻ നമ്മൾ ഇവിടെ സൗണ്ടിലൂടെ വന്നില്ലെങ്കിൽ പെട്ട് മൂളലും മുക്കലും ഒക്കെ വരണം. എടോ നമ്മൾ വിചാരിക്കണ പോലെയല്ല, അതൊക്കെ ഭയങ്കര പാടാ. നമ്മൾ വിചാരിക്കും ഇപ്പൊ മുക്കിക്കളയാന്ന്, പക്ഷെ ആ മുക്കൊന്നും അവിടെ ആ കറക്റ്റ് മുക്കൊന്നും വരുമൊന്നുമില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ മുക്കിയത് കറക്റ്റാന്ന്. അല്ല, അത് അവർക്കറിയാം കറക്റ്റ് അല്ലെന്ന്. അപ്പൊ അവര് പറയും, ചേച്ചി അങ്ങനത്തെ മുക്കല്ലേ വേറെ. ചിലപ്പോ മൂളലൊക്കെ ഇടാൻ പറയുമ്പോ ചിലപ്പോ വേറെ രീതിയില് മൂളലൊക്കെ ചിലപ്പോ നമ്മള് എന്നൊക്കെ മൂളാനായിരിക്കും പറയണം. അപ്പൊ നമ്മള് ചിലപ്പോ എന്നൊക്കെ വരും. വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ. അതാ ഞാൻ പറഞ്ഞ, നമ്മൾ ചിലപ്പോ വിചാരിക്കുന്ന പോലെ ആയിരിക്കൂല. നമ്മൾ വിചാരിക്കും കറക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ചിലപ്പം കറക്റ്റ് ആയിട്ടൊക്കെ വരും. നല്ല പാടുള്ള പരിപാടിയാണ് ഡബിങ് ആർട്ടിസ്റ്റ് തന്നെയാണ്. അവർക്ക് വേണ്ടത്ര ക്രെഡിറ്റ്സ് കിട്ടുന്നില്ല അല്ലേ? പലപ്പോഴും കിട്ടുന്നില്ല. അറിയാവുന്നവർക്ക് അറിയാം,
പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സിനിമകളിലും പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് ആ, അവരെ ആരും അറിയുന്നില്ലല്ലോ. അവരുടെയൊക്കെ എഫേർട്ട് തന്നെയാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. ഇപ്പൊ സ്ക്രിപ്റ്റ് ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും ബാക്കി ലൈറ്റ് പിടിച്ചോണ്ട് നിൽക്കുന്ന എല്ലാവരുടെയും ആൾക്കാര് വരെ. അവരെ ആരും അറിയുന്നില്ലല്ലോ. അപ്പൊ അതേപോലെ പിന്നിലാണല്ലോ ഈ ഡബിങ് ആർട്ടിസ്റ്റുകളും പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. ഉം. അപ്പൊ അറിയാൻ പറ്റുന്നില്ല. പല പല നടിമാരും പല നടന്മാരും അവരുടെ കഥാപാത്രങ്ങൾ നല്ല രീതിയിൽ ആൾക്കാരുടെ ഫ്രണ്ടിലേക്ക് എക്സ്പോസ് ചെയ്തിട്ടുള്ളത് നല്ല ഡബിങ് ആർട്ടിസ്റ്റുകൾ വഴി തന്നെയാണ്. ഒത്തിരി പേര് ഇപ്പോഴാണ് പിന്നെയും കുറെയൊക്കെ നമ്മൾ നോൺ വോയിസ് ഒക്കെ. ശോഭന ചേച്ചിയുടെ ഒക്കെ അതെ, ഉർവശി ചേച്ചിയുടെ പക്ഷെ കുറെയൊക്കെ ഉർവശി ചേച്ചി തന്നെയാന്ന് തോന്നുന്നുണ്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു, പക്ഷെ എനിക്ക് ഞാൻ തന്നെ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. എനിക്കങ്ങനെ എന്നെ വേറൊരാളുടെ ശബ്ദത്തിൽ കാണാൻ, എനിക്ക് വേറൊരാളുടെ ശബ്ദത്തിൽ കാണാൻ എനിക്ക് എന്തോ പോലെ ഓതന്റിസിറ്റി തോന്നും. നമ്മൾ മാത്രല്ല നമ്മൾ ചെയ്തൊരു സാധനം നമ്മൾ പറയുമ്പോഴാണ് അത് കുറച്ചും കൂടി ലൈഫായിട്ട് നമുക്ക് തോന്നുള്ളൂ. ഈ പ്രേക്ഷകർക്ക് ചിലപ്പോ അത് തോന്നില്ലായിരിക്കാം, പക്ഷെ നമുക്ക് കാണുമ്പോ നമുക്കത് അതിലൊരു 30% വേറെ ആരോ വന്നതുപോലെ തോന്നും. അപ്പം അതുകൊണ്ട് എനിക്ക് ഞാൻ ചെയ്യുന്ന തന്നെയാണ് ഇഷ്ടം. പിന്നെ ഇതില് എളുപ്പത്തിന് ചെയ്തു ഇല്ല എന്നല്ല. വാഴ 2ന്റെ ഡബിങ് ഒക്കെ കുഴപ്പമില്ലാതെ പോയി. പക്ഷെ ഞാനിങ്ങനെ ഉറങ്ങി കിടക്കുമ്പോ എന്റെ മോൻ അടുത്ത് കിടന്ന്, അത് ഹാഷിന്റെ ചെറുപ്പം ചോദിക്കുന്നുണ്ട്, ഉമ്മച്ചിക്ക് വേദന വരുന്നില്ലേന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പ്രഗ്നന്റ് ആണ്. അപ്പൊ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനിങ്ങനെ നുള്ളിയിട്ട് ചോദിക്കുന്നു, നിനക്ക് എന്താടാ ഹാഷി, നിനക്ക് ഇത്രയും വേദന മതിയോ, ഇനിയും വേണോന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നുള്ളുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ഒരു സീക്വൻസ് ഉണ്ടല്ലോ, അത് ഡബ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു. കാരണം ഉറക്കത്തിൽ കിടക്കുന്ന ഒരാളാണ്. അപ്പൊ അയാള് ഉറക്കച്ചടവോടുകൂടി അടുത്ത് കിടക്കുന്ന കുട്ടീനോട് സംസാരിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. അപ്പൊ അത് സൗണ്ടിന് വേരിയേഷൻ വരും, ഇമോഷൻ അന്ന് അത് ഡബ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് വിപിൻദാസ് സാർ അവിടെ ഉണ്ടായിരുന്നു. സാറ് ആദ്യം ഒരിക്കൽ എടുത്തപ്പോഴത്തേക്കിനും ഓക്കെ ഒക്കെ പറഞ്ഞതാണെങ്കിലും പിന്നെ സാറ് അശ്വതി അത് കുറച്ചും കൂടി നമുക്ക് നന്നാക്കണം എന്ന് പറഞ്ഞിട്ട് സാർ എന്നെ കൊണ്ട് ഒരു 4-5 തവണ പറയിപ്പിച്ചിട്ടാണ് അത് ശരിയായത് കേട്ടോ. കാരണം ആ ഒരു അടഞ്ഞ തൊണ്ടയിൽ അത്രയും ഇതായിട്ട് പറയണം എന്ന് പറഞ്ഞു. 4-5 തവണയൊക്കെ മിനിമം ടേക്സ് അല്ലേ? പക്ഷെ അത് നമ്മൾ ആലോചിക്കുമ്പോ 4-5 ടേക്കാണ്. അല്ല എനിക്ക് അങ്ങനെയാണ് കേട്ടോ, 4-5 ടേക്കൊക്കെ എടുക്കേണ്ടി വന്നല്ലോ എന്ന് തോന്നുന്നു. എനിക്ക് അതാണ് ഇഷ്ടം. അപ്പൊ 4-5 ടേക്കൊക്കെ എടുക്കണം എടുത്തല്ലോ എന്നുള്ളൊരു സാധനം വരും നമുക്ക്. പിന്നെ എല്ലാരും അങ്ങനെയാണല്ലോ, നമ്മൾ പെട്ടെന്ന് ഫസ്റ്റിൽ തന്നെ ചെയ്യാൻ പറ്റണം. ഫൈനൽ ഔട്ട് അടിപൊളിയാവുന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് എഫേർട്ട് എടുക്കാനും റിസ്ക് എടുക്കാനും തയ്യാറാണ്. ഇനി ഒരു ദിവസം മുഴുവനും നിന്നത് ചെയ്യണമെന്ന് പറഞ്ഞാലും പ്രശ്നമില്ല. ചേച്ചിയുടെ അഭിനയത്തോടുള്ള ഒരു അഭിനിവേശം പറയുമ്പോ സംസാരിക്കുമ്പോ എൻട്രൻസ് സീനൊക്കെ പറഞ്ഞപ്പോ ചേച്ചിയുടെ മുഖം എക്സൈറ്റഡ്. അതിപ്പോഴും ആലോചിക്കുമ്പോഴേ എനിക്ക് ഇപ്പോഴും ഭയങ്കരമായിട്ട് വിഷമം വരും അത്. കാരണം അത് അമ്മ അതിലൊരു മൊമെന്റ് ആയിരുന്നു അത്.